ഇന്ത്യ പാക് ക്രിക്കറ്റ് ബന്ധം ഊഷ്മളമായ ഒരു ട്രാക്കിലേക്ക് പ്രവേശിക്കുന്നതിനിടെയായിരുന്നു 2008 മുംബൈ ഭീകരാക്രമണം. 174 പേരുടെ മരണത്തിന് കാരണമായ ആക്രമണം ഇന്ത്യ പാക് ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കി. അത് ക്രിക്കറ്റിനെയും ബാധിച്ചു. അങ്ങനെയാണ് 2009 തീരുമാനിച്ചിരുന്ന പാക് പര്യടനത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നത്. പാകിസ്ഥാൻ ഇന്ത്യക്ക് പകരം ശ്രീലങ്കയെ ക്ഷണിച്ചു. പക്ഷേ ശ്രീലങ്ക അന്ന് കടുത്ത ഭീകരാക്രമണം നേരിട്ടു. അതോടെ 2011 ഏകദിന ലോകകപ്പിനുള്ള ആതിഥേയ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് പാകിസ്ഥാൻ ഒഴിവാക്കപ്പെട്ടു. മത്സരങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലായാണ് നടത്തപ്പെട്ടത്. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പാക് പ്രധാനമന്ത്രി യൂസഫ് റാസ ഗിലാനിയെ സെമിഫൈനൽ മത്സരം കാണാൻ വിളിച്ചു വരുത്തിയത് പുതിയ പ്രതീക്ഷയായിരുന്നു. ഇതേ തുടർന്ന് 2012 പാകിസ്ഥാൻ ഇന്ത്യയിലെത്തി. T20 മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചപ്പോൾ ഏകദിന പരമ്പര 3-1 പാകിസ്ഥാൻ സ്വന്തമാക്കി. എന്നാൽ അത്തരം നയതന്ത്ര നീക്കങ്ങളൊന്നും പിന്നീട് സംഭവിച്ചില്ല. അതോടെ ഇന്ത്യ പാക് ക്രിക്കറ്റ് ബന്ധം നിശ്ചലമായി. 2018 ഇന്ത്യ ആതിഥേയത്വം വഹിക്കേണ്ട ഏഷ്യ കപ്പ് UAE മാറ്റി. 2023 പാകിസ്ഥാൻ ആതിഥ്യം വഹിച്ച ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ നടത്തപ്പെട്ടത് ശ്രീലങ്കയിലായിരുന്നു. ഇക്കുറി ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടക്കുന്നത്. ഇത് വരും വർഷങ്ങളിലും തുടരും.